നല്ല കുട്ടി എന്ന് പറഞ്ഞ് നമ്മൾ സൈഡ് ലൈൻ ചെയ്യരുത്. നല്ല കുട്ടിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. കുറച്ച് അവരവരായി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു കരിയർ. ഇനി ആഫ്റ്റർ കോവിഡ് ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ എബോ ആവറേജ് പെർഫോമൻസ് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല. എയിൽ എ സർട്ടിഫിക്കേഷൻ വേണം, ഗൂഗിൾ സർട്ടിഫിക്കേഷൻ വേണം, ലിങ്ക്ഡിൻ സർട്ടിഫിക്കേഷൻ വേണം. സോ ടു മെനി സർട്ടിഫിക്കേഷൻ ടു ഗെറ്റ് എ മിനിമം സാലറി ജോബ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പം ഇവിടെ ഞാൻ എപ്പോഴും പറയും, എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ആവറേജ് ആളുകൾക്ക് ദ ബെസ്റ്റ് ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കരിയറാണ് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്. അതിന് വേറൊരു സൈക്കോളജിയുടെ ഉണ്ട്. നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു പാരൻ്റ് ഈഗോ ഉണ്ട്, എല്ലാവരുടെയും ഉള്ളിലുണ്ട്. എല്ലാവരെയും ഒന്ന് നന്നാക്കി കളയാം നമുക്കൊക്കെ തോന്നാറില്ലേ, ഒന്ന് ഉപദേശിച്ച് കളയാം. ഒരു ഗ്യാപ്പ്, ഒരു സ്പേസ് കിട്ടിയാൽ നമ്മൾ കയറി അങ്ങ് ഉപദേശിക്കും. എല്ലാവർക്കും ഒരു ഉപദേഷ്ടാവ് എല്ലാവരുടെ ഉള്ളിലുണ്ട്, ഒരു ടീച്ചർ എല്ലാവരുടെ ഉള്ളിലുണ്ട്, ഒരു അഡ്വക്കേറ്റ് എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഇതൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അപ്പം ഈ ഒരു സാധനത്തിന് നന്നായിട്ട് പോളിഷ് ചെയ്ത് പുറത്തെടുത്ത് സെല് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ ഏൺ ഇമ്മൻസ് എമൗണ്ട് ഓഫ് മണി. നമ്മളെല്ലാവരിലും അതുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പം പിന്നെ ഓഫ് കോഴ്സ് ഒരു എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് ഒരു 60s 70s 80s എസ്പെഷ്യലി കഴിഞ്ഞ് 80s ഒക്കെ ആയത് തൊട്ട് മോട്ടിവേഷൻ ഒരു ഒരു ഇൻഡസ്ട്രി തന്നെ, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രി, സിനിമ ഇൻഡസ്ട്രി പോലെ, ഫാഷൻ ഇൻഡസ്ട്രി പോലെ, വേറെ ഏതൊരു ഇൻഡസ്ട്രിയും പോലെ, റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി പോലെ ഈ സെൽഫ് ഡെവലപ്മെൻ്റ് ഒരു ഇൻഡസ്ട്രിയാണെന്ന്. ആ ഇൻഡസ്ട്രിയിൽ മിനിമൽ എഫർട്ടിൽ മാക്സിമം ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഏക ജോബ് ലൈഫ് കോച്ചിങ് ആണ്. അതെൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ മുന്നിൽ ഒരു PPT ഇല്ല, കാരണം എൻ്റെ തന്നെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സർക്കാർ ജോബ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ട്രെയിനിങ് മോർ ദാൻ 25 ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രെയിനിങ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആർട്ടിക്കിൾ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു, പത്രത്തിലൊക്കെ കോളമിസ്റ്റാണ്. ബട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻകം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോച്ചിങ് ഇൻഡസ്ട്രി, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ്. കാരണം ലോകം എല്ലാം മാറുന്ന പോലെ, എല്ലാ ലോകത്തെ എവരി വെയർ വി ക്യാൻ സീ ദ ചേഞ്ച്. കേരളത്തിലും അല്ലെങ്കിൽ മലയാളികളിലാണ് ഈ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, പേഴ്സണൽ ഗ്രോത്ത്, മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ ഇങ്ങനെയുള്ളൊരു ടൈമൊക്കെ വരിക. അതിൽ ആളുകൾ ഒരുപാട് പേര്, ട്രെയിനേഴ്സ് വരിക, കോച്ചുമാർ വരിക. ഈ ട്രെയിനേഴ്സിൻ്റെ ഒരു ഫ്ലോ വളരെ നന്നായിട്ടുണ്ടായിരുന്നൊരു കാലം ബിഫോർ കോവിഡാണ്. കോവിഡ് സമ്മാനിച്ച ഒരു ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കോവിഡ് തന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറ്റും, എല്ലാവർക്കും വീട്ടിൽ ഇരുന്ന് ജീവിക്കാൻ പറ്റും, എല്ലാവർക്കും വീട്ടിൽ ഇരുന്ന് തൊഴിലെടുക്കാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിലുള്ള ചില സ്കിൽസ്, എസ്പെഷ്യലി സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിലും നമ്മളിലുള്ള ചില സ്കിൽസ് ഒന്ന് പോളിഷ് ചെയ്യണമെങ്കിൽ നമുക്കത് ഭംഗിയായിട്ട് വെക്കാൻ പറ്റും. ഞാൻ ഈ വിൽക്കുക വാങ്ങുക ഒരു എന്തിനാണ് ഒരു ലൈഫ് കോച്ചിങ് ഒരു സേക്രഡ് സർവീസ് ഇൻഡസ്ട്രി അല്ലേ, ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും വേണ്ടത് മണിയാണ്. ഞാൻ ഈ പ്രോഗ്രാമിൽ ചേർന്നാൽ എനിക്ക് എങ്ങനെ കാശുണ്ടാക്കാൻ പറ്റും, എനിക്കെങ്ങനെ നല്ലൊരു ഇൻകം ഏൺ ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ മാസ്ലോസ് തിയറി പറയുന്ന പ്രകാരം നമ്മുടെ നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യണം. ബേസിക് നീഡ്സ് തൊട്ട് സൈക്കോളജിക്കൽ നീഡ്സ് തൊട്ട് സോഷ്യൽ നീഡ്സ് തൊട്ട് എസ്റ്റീം നീഡ്സ് വരെ നമുക്ക് എത്തണം. ആ നീഡ്സ് വരെ നമുക്ക് റീച്ച് ചെയ്യണമെങ്കിൽ ഈ എല്ലാ നീഡും ഈസി ആയിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കരിയറാണ് ലൈഫ് കോച്ചിങ്. ഇത് ഞാൻ ലൈഫ് കോച്ചിങ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെയിനറിൽ നിന്നും ഒരു ലൈഫ് കോച്ച് എന്നുള്ള ട്രാൻസിഷൻ ആയിരുന്നു. ആ ട്രാൻസിഷൻ ട്രെയിനിങ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ട്രെയിനിങ് എല്ലായിടത്തും പോയി ട്രാവൽ ചെയ്യണം. ആസ് എ വുമൺ, കോവിഡിന് മുമ്പത്തെ സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ട്രാവൽ ചെയ്ത് പല സ്ഥലത്തും ഞാൻ കേരളത്തിനകത്ത്, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി ട്രെയിനിങ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ ടൈം, എൻ്റെ റിസോഴ്സ്, എൻ്റെ എനർജി, എൻ്റെ കൂടെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരേണ്ടി വരും, മകൻ കൂടെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ട്രെയിനിങ് മാത്രമല്ല, ട്രെയിനിങ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു മോട്ടിവേഷണൽ ഒരു സ്റ്റിമുലേ എന്ന് പറയുന്നത് ഒരു വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ നമുക്ക് ഈ ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചായി. മുൻപുള്ളത് പോലെയല്ല. നമുക്കൊരു സന്തോഷത്തിൻ്റെ ലെവൽ എവിടെ നോക്കിയാലും നമുക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങളുണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ. സോ അത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് പുറകെ പോകുന്ന ലോകത്തിൽ ട്രെയിനിങ്ങിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വിത്തിൻ മിനിറ്റ്സ് അത് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു കോച്ചായി മാറാം. ആ കോച്ചിങ് എന്ന് പറയുന്നൊരു ജേണി
ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോബ് വിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ട് ഒരു 6 മന്ത് ഒരു 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 തപസ്യ പോലെ ഞാൻ ആ ലോകവുമായിട്ട് വലിയ ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലാതെ കൊച്ചിയിൽ എൻ്റെ ബ്രദർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ നിലയിൽ വേറൊരു റൂം എടുത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് 6 മാസം പ്രിപ്പറേഷൻ ടൈം എടുത്ത് ഞാൻ ഇൻ്റർനാഷണൽ കോച്ചിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് പഠിച്ചെടുത്ത് വന്നതാണ്. അപ്പോൾ എനിക്കാരും ഗൈഡ് ചെയ്യാനില്ല. അത് എങ്ങനെയെങ്കിലും ഒരു കോച്ചാണെന്നുള്ള ഒരു ഒരു അദമ്യമായൊരു ആഗ്രഹം, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ കോച്ചായതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് എത്ര പേരാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. 1 to 1, 1 to many, 1 to many പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു മെത്തഡോളജിയാണ്. 1 to 1 നമുക്ക് ഇമ്മൻസ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇത് രണ്ടും എൻജോയ് ചെയ്താൽ 1 to 1 തന്നെ ഹൈ ടിക്കറ്റ് പ്രോഗ്രാം, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുന്ന പ്രോഗ്രാമാണ്. ഇത് നമ്മുടെ വീടിൻ്റെ കംഫർട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ സമയമനുസരിച്ച് നമ്മൾ തീരുമാനിക്കുന്ന രീതിയിൽ സ്കെഡ്യൂൾ ചെയ്ത് നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രോഗ്രാമാണ് 1 to 1, 1 to many എന്താണെങ്കിലും. സോ ഇത് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ, ബെനിഫിറ്റ്സ് ഞാനൊന്ന് പറയാം. നമ്മുടെ ലൈഫ് ടോട്ടൽ ട്രാൻസിഷൻ സംഭവിക്കും, ട്രാൻസ്ഫോർമേഷൻ, ഒരു പെർമനൻറ്റ് ചേഞ്ചാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ അതിന് മുൻപും പിന്നെ ശേഷവും 2 തരത്തിലുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മൾ ഇമോഷണലി നമ്മൾക്ക് തന്നെ മാസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ കാര്യങ്ങൾ കാണുന്ന രീതി മാറും, പെർസെപ്ഷൻസ് ചേഞ്ച് ചെയ്യും, ബിലീഫ്സ് ചേഞ്ച് ചെയ്യും, അത് നമ്മുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്യും. നമ്മൾ വളരെ അവെയർ ആയിട്ട് മൈൻഡ്ഫുള്ളായിട്ട് ലീഡ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ കോച്ചിങ് സിലബസിൽ ഞാൻ ഇൻ്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ്റെ സിലബസ് ഉൾപ്പെടെ സ്പിരിച്വൽ മാസ്റ്റേഴ്സിൻ്റെ കോഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇൻ്റർനാഷണൽ സ്പിരിച്വൽ മാസ്റ്റേഴ്സിനെ പഠിച്ചു. ഇൻ്റർനാഷണൽ US നിന്നുള്ള കോൺഷ്യസ് മാസ്റ്ററി അക്കാഡമിയിൽ നിന്ന് NLP പഠിച്ചു. ദെൻ അതിൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ US നിന്നുള്ള ലൂയിസ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഹീലിയോ ലൈഫ്, ലൂയിസയുടെ മൊഡാലിറ്റി പഠിച്ചു. ഇതെല്ലാം അപ്പാർട്ട് ഫ്രം സൈക്കോളജിയാണ്. ഇതെല്ലാം ആഡ് ഓൺ ചെയ്തൊരു കസ്റ്റമൈസ്ഡ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ പ്ലസ് ഇൻ്റർനാഷണലി എങ്ങനെയാണ് നമുക്ക് ഈ കണ്ടന്റ്, അല്ല അവരെ എങ്ങനെ ലൈഫിന് മാറ്റം വരുത്താം എന്ന് ഡിസൈൻ ചെയ്ത പ്രോഗ്രാമാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ മോഡൽ എന്ന് പറയുന്നത് ECCA എക്ക മോഡൽ എന്നാണ് അതിന് പറയുക. അവരുടെ എനർജിയിൽ വർക്ക് ചെയ്യും, ക്ലാരിറ്റിയിൽ വർക്ക് ചെയ്യും, കറേജിൽ വർക്ക് ചെയ്യും, ലീഡ് ദം ഇൻ ടു അബൻഡൻസ്. ഇവിടെ ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ മോഡൽ, ഇപ്പം നമുക്കറിയാം നമ്മൾ ബ്രാൻഡിങ്ങിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. ഓരോ യുണീക്ക് മോഡൽ നമ്മൾ എടുത്ത് ആ മോഡലിലൂടെ ഒരു പ്രോപ്പർ ട്രാക്കിലൂടെ ആളുകളെ ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കും എന്നൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഒരു മാറ്റവും ഇല്ല, ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. 4 മെത്തഡോളജി പഠിപ്പിക്കുന്നുണ്ട്. 1 to 1 എങ്ങനെ സെല്ല് ചെയ്യാം, 1 to many എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ സെല്ലിങ് ബൈയിങ് എന്നുള്ളൊരു ടൈം കേട്ട് ഇതാക്കണ്ട. ഉറപ്പായിട്ട് എനിക്കറിയാം ഇന്നിവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും എങ്ങനെ ഇതൊരു കരിയർ ആക്കാം എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടേം പറയുന്നത്. പക്ഷേ സെഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ സെല്ല് ചെയ്യാം ഇങ്ങനെ അല്ല. സെഷനെല്ലാം പോകുന്ന ഒരു സ്പിരിച്വൽ വേയിലാണ് പോകുന്നത്. ആ സെഷൻ എങ്ങനെ പോകുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് എക്സ്പീരിയൻസ് ചെയ്തവരിവിടെ ഉണ്ട്, അവർ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ടാവും, ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നുണ്ടാവും. 1 to 1, 1 to many, വെബിനാർ ആൻഡ് സെമിനാർ, ഈ 4 മോഡലുകളും പഠിപ്പിക്കുന്നുണ്ടാവും. 25 മോഡ്യൂൾസ്, കസ്റ്റമൈസ്ഡ് ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള മോഡ്യൂളാണ് ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുക. അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ സിസ്റ്റം ഉണ്ടാകും. സോ 20 പേരുള്ളൊരു ബാച്ചിൽ 19 പേരുടെ വിസ്ഡം, 19 പേരുടെ ഇൻസൈറ്റ്സ്, 19 പേരുടെ അവരുടെ ലൈഫിനെ കുറിച്ചുള്ള അവരുടെ ഒരു എന്താ പറയണ്ട ധാരണ, അല്ലെങ്കിൽ അവർ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഷെയർ ചെയ്യാൻ കിട്ടുന്നത്. നിങ്ങൾക്ക് 20 പേരാണെങ്കിൽ, 25 ആണെങ്കിൽ 24 പേരുടേത് കിട്ടും. സോ അതൊരു അമേസിങ് ജേണിയാണ്. ദെൻ സീനിയർ മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്കുണ്ടാകും. അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ സിസ്റ്റം ക്ലാസ് ഇല്ലാത്ത ദിവസമായിരിക്കും. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ, 3 days in a week. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 8:30 ആയിരിക്കും സെഷൻ ഉണ്ടാകുക. സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. റെക്കോർഡിംഗ് നിങ്ങൾക്ക് കുറച്ചു കാലം യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതുപോലെ AP സിസ്റ്റത്തിൽ അത് ഡിസ്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു ജേണിയിലായിരിക്കുന്ന അത്രയും കാലം, കാരണം ഈ ജേണിയിൽ ഉണ്ടായിരുന്നവർ കഴിഞ്ഞ ബാച്ചിലുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കൊരിക്കലും ഒരു കള്ളം പറയാൻ പറ്റില്ല, കാരണം ഞാൻ കള്ളം പറയേയില്ല. ഞാൻ ഈ ജേണി എന്താണെന്ന് ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ ആ കാര്യത്തിൽ വളരെ ഓത്തൻറ്റിക് ആണ്, അല്ലെങ്കിൽ എനിക്ക്
കൃത്യമായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഈ ഒരു ജേണിയിൽ നിങ്ങൾ ആ ജേണി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു 6 മന്ത് ഒരു 5 to 6 മന്തിൽ കോഴ്സ് കഴിയും. 5 കഴിയും. പിന്നെ നിങ്ങൾക്ക് ഒരു മന്ത് പ്രോജക്റ്റ് സബ്മിഷൻ, വൈബ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 6 മന്ത് ഇന്റേൺഷിപ്പ് എടുക്കാം ദുബായ് കമ്പനിയിൽ നിന്നാണ്. അത് എടുത്താലും ഇല്ലെങ്കിലും അനദർ 6 മന്ത് എൻ്റെ ഫോളോ അപ്പ് നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി പോവാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാൻ ഉള്ള അവകാശമുണ്ട്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ടിൽ ദ എൻഡ്. അതെൻ്റെ പ്രോമിസാണ്. ടിൽ ദ എൻഡ് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നുള്ളൊരു പ്രോമിസാണ്. എവിടെയെങ്കിലും സ്റ്റക്കായിപ്പോയി, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, ഇല്ലെങ്കിൽ എനിക്ക് സെല് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വെബിനാർ എടുക്കാൻ പറ്റുന്നില്ല, ഡെഫിനറ്റായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. കുറേ അധികം ഫ്രീ വെബിനാറുകളുടെ ഇനിയിപ്പം കഴിഞ്ഞ ബാച്ചിലുള്ളവർക്കെല്ലാം എൻ്റെ ഒരു 1 മന്ത് അറോറ 30 എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയിൽ 1 മന്ത് ചലഞ്ചിൽ അവർക്ക് എല്ലാവരും വെബിനാർ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആദ്യമായി അവർ നേരത്തെ എടുക്കുന്നവരുണ്ട്, എസ്റ്റാബ്ലിഷ് ആയ കോച്ചുമാരുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ടാവും. 4 സർട്ടിഫിക്കേഷനാണ് ഇതിനകത്തുള്ളത്. ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കേഷൻ, സ്റ്റുഡൻസ് കോച്ചിങ് എന്ന് പറയുന്നൊരു സർട്ടിഫിക്കേഷൻ, സ്റ്റുഡൻസ് കോച്ച് എന്നുള്ള സർട്ടിഫിക്കേഷൻ, ബേസിക് ആൻഡ് അഡ്വാൻസ് കൗൺസിലിംഗിൻ്റെ സർട്ടിഫിക്കേഷൻ, ദെൻ ഒരു മൈക്രോ നിഷ്, അത് നിങ്ങളെ സ്പെഷ്യലൈസേഷൻ ഏരിയ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തവർ ഇവിടെ ഉണ്ട്. അവർ ഇപ്പം അമൃത എടുത്തിരിക്കുന്ന സ്പെഷ്യലൈസേഷൻ. അമൃത എന്തായിരുന്നു സ്പെഷ്യലൈസേഷൻ? ട്രോമ ഹീലിംഗ് കോച്ച്. ട്രോമ ഹീലിംഗ് കോച്ച്. അതുപോലെ ഹെബയും ഹീലിംഗ് കോച്ചാണ്. പാരൻറ്റിങ് കോച്ചാണ് സുഹറ ഉള്ളത്. അതുപോലെ സുനിത ഏതാണെന്ന് എനിക്ക് മറന്നുപോയി. നിയാസ്, ആ നിയാസ് ആണെങ്കിൽ കഴിഞ്ഞ ബാച്ചിലുണ്ടായിരുന്ന കോഴ്സ് കഴിഞ്ഞ നിയാസ് ആണെങ്കിൽ ബിസിനസ് കോച്ചിങ് ആണ്. പിന്നെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടുള്ളവരാണ്. ആ സ്പെഷ്യലൈസേഷൻ്റെ സർട്ടിഫിക്കേഷൻ തരും. സ്റ്റുഡൻറ് കോച്ചിങ്ങിൻ്റെ വണ്ടർഫുൾ ഒരു യുനോ നിങ്ങൾക്ക് കണ്ടന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ലൈഫ് കോച്ചിൻ്റെയും അത് തന്നെ PDF ഫോർമാറ്റ് തരും. അഡ്മിഷൻ എടുക്കുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ 4 ഫയൽ തരുന്നുണ്ടാവും. വെൽത്ത് ഡീകോഡ്, അബണ്ടൻസ്, ഇൻഫ്ലുവൻസ് മാസ്റ്ററി, വൈബ്രേഷൻ മാസ്റ്ററി, അങ്ങനെ എല്ലാ ഏരിയകളും ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും. ഞാൻ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം, ലോകത്ത് എവിടെ നിങ്ങൾ ഈ ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ പോയാലും ഇത്രയും ഏരിയ കവർ ചെയ്യില്ല. അതെനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഞാൻ കാരണം ഇൻ്റർനാഷണലി പല ഗുരുക്കന്മാരുടെ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ സർട്ടിഫിക്കേഷൻ്റെ കാര്യം എന്ന് പറയുന്നത്. EMI ഓപ്ഷൻ ഉണ്ട്. ഈ 6 മന്ത് ജേണിക്ക് വരുന്നത് 1,10,000 ആണ്. 10,000 അഡ്മിഷൻ ഫീസ്, 1,00,000 EMI ത്രൂ അടയ്ക്കാം. 4 മന്ത്സിലോ 5 മന്ത്സിലോ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, അടച്ചു തീർക്കുക. അതായത് മന്ത്ലി പേയ്മെൻറ്റ്. മന്ത്ലി 25,000 ഓർ മന്ത്ലി 20,000. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇത് നിങ്ങൾക്ക് കൊടുക്കുന്നൊരു ഗിഫ്റ്റ് ആയിരിക്കും. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കമ്പൽഷൻ ഒന്നുമില്ല കേട്ടോ, ഒരിക്കലും ഒരു കമ്പൽഷൻ ഇല്ല. കാരണം ഇത് ഞാൻ ഒരിക്കലും കമ്പനി ചെയ്യത്തില്ല ഇത്. പക്ഷെ കുറച്ച് പേര് ഇത് അറിയാതെ പോകരുതല്ലോ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നതും എൻ്റെ ബെനിഫിറ്റ് ആളുകളിലേക്ക് എത്തിക്കുന്നതും. 2014 മറ്റോ മനോരമ സമ്പാദ്യ മാഗസിനിൽ കോച്ചിങ്ങിലൂടെ ലക്ഷ്യങ്ങൾ നേടാമെന്ന് പറഞ്ഞിട്ട് എന്നെക്കുറിച്ചൊരു ആർട്ടിക്കിള് മനോരമ സമ്പാദ്യത്തിൽ വന്നു. അന്ന് ആർക്കും ഈ ലൈഫ് കോച്ച് എന്താണെന്ന് അറിയില്ല. ഒത്തിരി ഫോൺ കോൾ വന്നു, എന്താണ് ലൈഫ് കോച്ച്, അത് സ്പോർട്സിലാണോ? പക്ഷെ ഇന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ഒരുപാട് കോച്ചുമാരുണ്ട്. എനിക്ക് എൻ്റെ ചെറിയ പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അവർ കോച്ചാണെന്ന് പറഞ്ഞ് പോയി ലൈഫ് കോച്ചാണെന്നുള്ള ഇൻസ്റ്റാ പ്രൊഫൈൽ ഇട്ടുകൊണ്ട് L1 L2 കോഴ്സ് സെല്ല് ചെയ്യുന്നവരുണ്ട്. ചെയ്തോട്ടെ, നോ ഇഷ്യൂ. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം എങ്ങനെയാണ്, ഇതിനെല്ലാത്തിനും ഒരു എത്തിക്കൽ കണക്ഷനും വാല്യൂ വേണം, ഒരു എത്തിക്സ് വേണം. എൻറ്റയർ തിങ്ങും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മുടെ ഇൻറ്റൻഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു മാറ്ററാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും അഫർമേഷൻ ചെയ്തിട്ട് സക്സസ് ആകാത്ത? വിഷ്വലൈസേഷൻ ചെയ്യാത്തവരുണ്ടോ? അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടോ ഇന്ന് കേരളത്തിൽ? മലയാളികളെല്ലാവരും ഗോൾ സെറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, കാരണം വർഷങ്ങളായത് കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവരുടെയും ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. റോങ് ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ പ്രോപ്പർ വേയിലല്ല, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. ആളുകളുടെ പ്രധാന പ്രശ്നം എന്താണെന്നറിയാമോ? ഒന്ന്, ലാക്ക് ഓഫ് ക്ലാരിറ്റിയാണ്. ഗോൾ സെറ്റ് ചെയ്ത് വെക്കും, പക്ഷെ അത് അവർക്ക് പറ്റുന്ന ഗോളാണോ, അവരുടെ കോമ്പറ്റൻസിയും എഫേർട്ടും അല്ലെങ്കിൽ അവരുടെ എനർജിക്ക് മാച്ച് ചെയ്യുന്ന കാര്യമാണോ ആ ഗോൾ? അപ്പുറത്ത് നിൽക്കുന്ന ആൾ, എൻ്റെ ഒരു ഫ്രണ്ട് 50 ലക്ഷം അച്ചീവ് ചെയ്യുന്നുള്ള ഗോൾ ഞാനും വെച്ചു. നോ, അത് വർക്കായില്ല. ക്ലാരിറ്റി ഇല്ലാത്തൊരു വലിയ പ്രശ്നമാണ്. ഈവൻ യൂത്തിൻ്റെ ഇടയിൽ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലും എത്രയോ MBBS കഴിഞ്ഞ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പേഴ്സണൽ മെൻറ്ററിങ്ങിന് വരുന്നവർ, അവർക്ക് ഔട്ട് ഓഫ് ദ സിലബസ് പല കാര്യങ്ങളും അറിയില്ല, ലൈഫ് സ്കിൽസ് അറിയില്ല.
കമ്മ്യൂണിക്കേഷൻ അറിയില്ല, ഇമോഷണൽ മാസ്റ്ററി അറിയില്ല. അതുകൊണ്ടാണല്ലോ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ഉണ്ടാകുന്നത്. അത് ഏറ്റവും ഏറ്റവും ഒരു ഇതെന്ന് പറഞ്ഞാൽ സൈക്കാട്രിസ്റ്റിൻ്റെ ഇടയിലാണ്, ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ഉണ്ടാകുന്നത്. മനഃശാസ്ത്ര സംബന്ധമായ മനഃശാസ്ത്ര വിദഗ്ധർ, ഇതാണ് കാലഘട്ടം. അപ്പം ഇവിടെ നമുക്ക് കോച്ചുമാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ ആളുകൾ പോകാൻ മടിക്കും. പക്ഷേ കോച്ചിൻ്റെ അടുത്ത് രഹസ്യമായിട്ടെങ്കിലും വിളിക്കും. ഈ വൺ ടു വണ്ണിൻ്റെ സാധ്യതകൾ അങ്ങനെയാണ്. വൺ ടു വൺ എന്ന് വെച്ചാൽ നമുക്കറിയില്ല ആരാണ് ഈ വിളിക്കുന്നത്. കാരണം എല്ലാവർക്കും പ്രശ്നങ്ങളുള്ളവരാണ്, എസ്പെഷ്യലി ഈ കാലഘട്ടത്തിൽ. ഇന്ന് ഞാൻ എനിക്കറിയില്ല, ചിലപ്പോൾ ആൾ ഇതിനകത്തുണ്ടെങ്കിൽ എനിക്കത് ഞാൻ പറയുന്നത് ശരിയല്ല. ഒരാളെന്നെ വിളിച്ചിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്, ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂ. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട, കൃത്യമായിട്ട് നമുക്ക് അത് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജന്മനാ തന്നെ മറ്റുള്ളവരെ നന്നാക്കുക എന്നുള്ള ഒരു സ്റ്റിമുലി നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് അതിനെ ഒന്ന് സെല്ലബിൾ പ്രോഡക്റ്റാക്കി മാറ്റുക മാത്രമേ ഉള്ളൂ. അതിനെ ഒരു സിസ്റ്റത്തിലേക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഇറ്റ്സ് എൻ അമേസിങ് ബിസിനസ്, അമേസിങ് കരിയർ. നമ്മൾ എൻഡ് ഓഫ് ദി ഡേ വളരെ സന്തോഷമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. എത്ര പേരുടെ പ്രശ്നം എന്നറിയോ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? എത്ര പേർക്കാണ് ഒരു ജീവിതത്തിൽ ഹോപ്പ് കൊടുക്കാൻ പറ്റുക? നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളോട് ലൈഫിൽ നമ്മളെ സഹായിച്ചവരെ നമ്മൾ മറന്നു പോയേക്കാം. സഹായിച്ചവരെ നമ്മൾ മറന്നു പോയേക്കാം. അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞവരെ മറന്നു വയ്ക്കാം. പക്ഷെ നമുക്കൊരു ഹോപ്പ് തന്ന, ഒരു പ്രതീക്ഷ തന്ന ഒരാളെ നമ്മൾ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. വി ആർ കോച്ചസ്, വി ആർ ഗിവിങ് ഹോപ്പ്. ജീവിതത്തിലേക്ക് ഒരു പിടിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ഇനി നോക്കുന്നു, ഞാൻ ഈ സൂയിസൈഡ് ചെയ്യുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, IQ ഹയർ ലെവൽ, പക്ഷേ ഇമോഷണൽ കോഷ്യൻ്റ് വളരെ താഴെ. ഇവരോട് ആരെങ്കിലും പറയാണ് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾ നിങ്ങൾ പേഷ്യൻ്റായിട്ടിരിക്കൂ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ എത്രയോ ആത്മഹത്യകൾ ഇല്ലാതാവുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ടുള്ള ഒരു കരിയറാണ്. നമ്മുടെ ഉള്ളിൽ ഞാൻ എൻ്റെ കോച്ചുമാരോട് എപ്പോഴും പറയും, ഇതൊരു ബിസിനസ്സാണ്, ബട്ട് സ്റ്റിൽ വി ആർ ഡൂയിങ് സംതിങ് ഗ്രേറ്റ്. ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇൻറ്റൻഷൻ പ്രപഞ്ചം മനസ്സിലാക്കും. ഡെഫിനറ്റായിട്ട് അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. അതിലൂടെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും. ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു പ്രകാശ് രാമകൃഷ്ണൻ എൻ്റെ സാറാണ്, എൻ്റെ മെൻറ്ററാണ് ഇതിനകത്തുള്ളതെങ്കിൽ, അദ്ദേഹമാണ് ഇതെങ്കിൽ സാറാണിതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 20 വർഷത്തിന് മുമ്പുള്ള എന്നെ അറിയുന്ന, 25 വർഷത്തിന് മുമ്പ് അറിയുന്ന എൻ്റെ സാറാണ് ഇതിനകത്തുള്ളതെങ്കിൽ, പ്രകാശ് രാമകൃഷ്ണൻ ഞാൻ കാണുന്നു, അദ്ദേഹത്തിന് എൻ്റെ ജേണിയെക്കുറിച്ച് അറിയാം. ഞാൻ എങ്ങനെയാണ് പിന്നെ അദ്ദേഹമാണുണ്ടെങ്കിൽ എനിക്ക് പേര് മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ ജേണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന്, ജേണി ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു എന്ന്, എൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് അറിയുന്ന അദ്ദേഹമാണെങ്കിൽ, ഇവിടെ ഉണ്ട്, സാറാണെങ്കിൽ സാർ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്കറിയില്ല. സോ ഇങ്ങനെയാണ് ഈ ഒരു ജേണി വർക്ക് ചെയ്യുന്നത്. ഞാനൊരു സാധാരണ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ചു, സാധാരണ ഒരു ആവറേജ് ഫാമിലി, സക്സസ് സ്റ്റോറി ഒന്നുമില്ലാത്തൊരു ഫാമിലിയിൽ ജനിച്ചു. എൻ്റെ ഫാദറിൻ്റെ ബ്രദേഴ്സ്, എൻ്റെ അങ്കിൾമാർക്കൊക്കെ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യമുണ്ട്. പക്ഷെ ഒരു ആവറേജ് ഫാമിലിയിൽ അവിടെ നിന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ രാജ്യങ്ങളിൽ പോകാൻ പറ്റുമോ, എവിടെയൊക്കെ പോയി പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ, എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം എനിക്ക് പോകാൻ സാധിച്ചത് ഈ ഒരു കരിയറിൽ വന്നതിന് ശേഷമാണ്. ഈ ഒരു ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ദിസ് ഈസ് എൻ അമേസിങ് ജേണി. ഇത് അഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയാണ്, നിങ്ങൾക്ക് ഉള്ളിൽ ഈ കോൾ ഉണ്ടെങ്കിൽ മാത്രം, എനിക്കിതുപോലെ എനിക്ക് വീട്ടിലെ കംഫർട്ടിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റായി എൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതിയാകും. ആ ഒരു ഫയർ നമ്മുടെ ഉള്ളിൽ വേണം, ആ ഒരു ഡെഡിക്കേഷൻ നമ്മുടെ ഉള്ളിൽ വേണം, ആ ഒരു അതൊരു തീ നമ്മുടെ ഉള്ളിൽ നിർബന്ധമായിട്ട് വേണം. അതുപോലെ തന്നെ എന്നെ വർഷങ്ങളായി അറിയുന്ന ഒരാളാണ് സുഹ്ര. സുഹ്രയെ എനിക്ക് തോന്നുന്നൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് സുഹ്രയെ ഞാൻ അറിയാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൂടിക്കാഴ്ചകൾ നമ്മൾ പല സന്ദർഭങ്ങളിൽ നടത്തിയിട്ടുണ്ട്. സുഹ്ര ഇപ്പോൾ ലൈഫ് കോച്ചിങ് കഴിഞ്ഞ ഒരാളാണ്. സുഹ്രയ്ക്ക് ആ ഒരു എക്സ്പീരിയൻസ് സുഹ്രയുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ പ്ലീസ്?
തീർച്ചയായിട്ടും. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ലിസ് മാമിനെ അറിയാം. ആ ഒരു പോസിറ്റീവ് വൈബ് ഒരുപാട് ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഈ ഒരു വൈബിൽ നിൽക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണമായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ ലൈഫ് കോച്ചിങ്ങിന്റെ കോഴ്സ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത്. ഒന്നുമല്ല, തിരക്കുകളാണെന്ന് ഞാൻ ധരിച്ചിരുന്ന അതിൽ നിന്നൊക്കെ മാറ്റിവെച്ച് ഇതിലേക്ക് ഇറങ്ങി വന്നപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ എവിടെയാണോ എത്താൻ ആഗ്രഹിച്ചത് അവിടെ എത്താൻ പറ്റി എന്നുള്ളത് നന്ദിയോട് കൂടിയിട്ട് പറയാൻ കഴിയും. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ ഫാമിലിയിലുള്ളവർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇന്നും എനിക്ക് 1-to-1 ഒരു കോൾ ഉണ്ടായിരുന്നു. ഒരു റിലേഷൻഷിപ്പിലെ ബ്രേക്കപ്പ് വന്നിട്ട് ഒരു പയ്യന് കരഞ്ഞോണ്ട് വിളിച്ചപ്പോ എനിക്ക് അവരെ എങ്ങോട്ട് തിരിച്ചു വിടണം എന്നുള്ളത് പെട്ടെന്ന് ഒരു ശങ്ക കൂടാതെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. ഞാൻ സൈക്കോളജി പഠിച്ചത് തന്നെ ആയിരുന്നു, പക്ഷെ അന്നൊന്നും കിട്ടാത്ത ഒരു കോൺഫിഡൻസ് നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റി. ഇപ്പൊ ഈ റീസെന്റ് ഇതിന് ശേഷം ഉണ്ടായ ഒരുപാട് 1-to-1 സെഷനുകളിലൊക്കെ അവരെ എവിടേക്കാണോ അവർക്ക് പോകേണ്ടത് ആ വഴി ഇങ്ങനെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ അത് മാത്രമല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് എൻ്റെ വീട്ടിലെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരെ തന്നെ ഇപ്പൊ ഞാന് ലിസ്മമിന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നാട്ടിൽ പോയ സമയത്ത് പിന്നെ ബ്രദറിന്റെ മകള് സൈക്കോളജി കഴിഞ്ഞ ആളാണ്. അപ്പൊ അവള് ഒരുപാട് കാലമായിട്ട് പുറത്ത് വർക്ക് ചെയ്യാനൊന്നും തീരെ ഒട്ടും താല്പര്യമില്ലാത്ത ആളായിരുന്നു. പക്ഷെ എന്റെ മാറ്റം കണ്ടിട്ടും പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു എനർജി, സെൽഫ് ലവ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, സെൽഫ് റെസ്പെക്ട്, സെൽഫ് കെയർ, അവളെന്നെ പറഞ്ഞു ഞാൻ എങ്ങനെ ഇങ്ങനെ മാറി എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല, നിങ്ങൾ ഒറ്റ ഇൻഫ്ലുവൻസ് ആണ്. അവളോട് തന്നെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു എങ്ങനെ മാറി എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ലൈഫ് കോച്ചിങ്ങിന്റെ കോഴ്സ് പഠിച്ചത് സക്സസ് ആയി. എനിക്ക് ഒരിക്കലും അത് എൻ്റെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഈ ഒരു ആളുടെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ എനിക്ക് ഫാമിലിയിൽ നിന്ന് അവരെ അക്സെപ്റ്റ് ചെയ്തു. അതേപോലെ ഞാൻ ഇടപെടുന്ന ആളുകളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ മുന്നുള്ള ഇതിലൊക്കെ ഷെയർ ചെയ്തൊരു കാര്യമാണ്, പുതിയ ആളുകൾക്ക് വേണ്ടി പറയുകയാണ്. ഞാനിവിടെ UAE വന്ന് ഒട്ടും ആഗ്രഹങ്ങൾ ഉണ്ടെന്നല്ലാതെ എങ്ങനെ എത്തുമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ അവസരങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് അബണ്ടൻസ് വരും എന്ന് പറയുന്നത് മണി മാത്രമല്ല, അവസരങ്ങളായിട്ടും കണക്ഷൻസ് ആയിട്ടും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരിക്കലും നഷ്ടാവൂല എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ പിന്നെ വർഷങ്ങളായിട്ട് ലിസിമേവിനെ കാണുന്നതിൽ അന്നു മുതൽ ഇന്ന് വരെ ആ ഓരോ വളർച്ചയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടും അറിഞ്ഞും അനുഭവിച്ചും വന്നതാണ്. അതിന് എങ്ങനെ എന്താണ് അത് തിരിച്ചു കൊടുക്കേണ്ടത്? സ്നേഹം മാത്രം. താങ്ക് യു സോ മച്ച് സൂര, താങ്ക് യു സോ മച്ച്. സൂറയും ഞാനും സൂറയുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയും ലിസി എന്ന് തന്നെ വിളിക്കൂ. നമ്മൾ പരസ്പരം പേര് വിളിച്ച് നമ്മളൊരു സ്ഥലത്ത് പലയിടത്തും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നതാണ്, എന്നാലും അങ്ങനെ പേര് വിളിക്കുള്ളൂ. ഞാൻ ആദ്യം സൂറ കണക്ട് ചെയ്തപ്പോഴേ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സൂറ എന്നെ പേര് വിളിക്ക്, മാം എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല, നമ്മൾ എന്നോ ഒരുമിച്ചുണ്ടായിരുന്നവരല്ലേ, എന്നാലും കേൾക്കില്ല. ഇനി ഒരു കാര്യം ഞാൻ ഒരു സത്യസന്ധമായ ഒരു കാര്യം പറയാം. ലോകം എല്ലാവരും അംഗീകരിച്ചാലും നമ്മുടെ സ്വന്തം വീട്ടുകാരും നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളുമാണ് ഏറ്റവും അവസാനം നമ്മൾ അംഗീകരിക്കുന്നത്. ആ അംഗീകാരം സൂറയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അമേസിങ് ആണ്, അമേസിങ് ആണ്. അത് നിങ്ങളെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കിയാൽ അറിയാം, ഏറ്റവും ഒടുവിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തത് നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് സൂറ. താങ്ക് യു. അമൃതയ്ക്കും അറിയാം. യെസ്, അമൃത കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലുള്ള സമയത്ത് എൻ്റെ വീട്ടിൽ വന്നു, ഓ ഫാമിലിന്റെ നിന്നു. അത് ഈ ലൈഫ് കോച്ചിങ്ങിലൂടെ കിട്ടിയ ഒരു കണക്ഷൻ ആണ്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഈ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിലാണ്. അമ്മ വന്നു 6 കഴിഞ്ഞിട്ടാണ് നേരിട്ട് കാണുന്നത്. ആ ഒരു ബോണ്ടിങ് അമേസിംഗ് ആണ്. ആ ഒരു ബോണ്ടിങ്, ആ ഒരു റിലേഷൻഷിപ്പ് ഇതിലൂടെ കിട്ടിയ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയാം. ഈ മണി അബണ്ടൻസിനേക്കാൾ വലുതാണ് നമ്മുടെ കണക്ഷൻസ്. അമൃത, ഹെബ, സുനിത, നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരുപാട് പേരുണ്ട്. അഖില, ഖുഷ്ബു, ഇങ്ങനെ അത് വല്ലാത്തൊരു നമുക്ക് പഠിച്ചതോ കൂടെ വർക്ക് ചെയ്തതോ ഒന്നുമല്ല, ഇതിൽ നിന്ന് കിട്ടിയ ഒരു കണക്ഷന്. കാര്യം എന്താണെന്ന് അറിയാം, നമ്മുടെ ഈ ജേണിയിൽ നമ്മുടെ എല്ലാ വോൾണറബിലിറ്റിയും നമ്മൾ ഷെയർ ചെയ്യും. നമ്മൾ പച്ച മനുഷ്യരായിട്ടാണ് ഈ കോഴ്സ് പഠിക്കുന്നത്. സാധാരണ പറയുന്നത് നമ്മൾ വേറൊരു ഫേസ് ഒക്കെ ഇട്ടിട്ട് മാസ്ക് ഇട്ടിരുന്നാണ് പഠിക്കുന്നത്. ഒരു എന്താ പറയണ്ടത്, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി, റിയൽ പേഴ്സണാ റിവീൽ ചെയ്തിട്ട് നമ്മൾ, അതുകൊണ്ടാണ് ഈ ട്രാൻസ്ഫർമേഷൻ നടക്കുന്നത് ഈ കോഴ്സിൽ.
അതുകൊണ്ടാണ് ഇത്രയും ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. എനിക്കൊന്ന് ആ ബാച്ചിൽ കഴിഞ്ഞ ബാച്ചിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ് അമൃത. അമൃത പറയുന്നത്, അമൃതയുടെ സംസാരം കേട്ടാൽ ഒരു ഫിലോസഫിക്കൽ ടോക്കാണ് അമൃത എപ്പോഴും പറയുക. അത്രയും ഷാർപ്പായിട്ടുള്ളൊരു കുട്ടി. ഐ ലവ് ഹെർ വേ. പ്ലീസ് പ്ലീസ് അമൃത. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓ, തുടക്കത്തിലെ ഒരു വല്ലാത്തൊരു ഭാരം എടുത്ത് തന്നതിന് താങ്ക് യു. ഇനി എനിക്ക് സിംപ്ലിഫൈ സംസാരിക്കാനേ പറ്റില്ല എന്നൊക്കെ. ബാക്കി പറഞ്ഞാൽ മതി. ആദ്യം തന്നെ ഭയങ്കര സന്തോഷം മാം. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സെഷൻ. എനിക്ക് ഇങ്ങനെ എന്റെ ഒരു റീബർത്ത് ജേർണിക്ക് ശേഷം ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിന് സന്തോഷം. അതോടൊപ്പം തന്നെ നവംബർ ബാച്ചിലാണ് ഞാൻ മാമിന്റെ ലൈഫ് കോച്ചിങ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ആദ്യം ഓറിയന്റേഷൻ ക്ലാസ്സിന് ഞാൻ ഇരുന്ന ഒരു മൊമെന്റ് ഞാനിപ്പോ ഓർക്കുന്നുണ്ട്. മാം ഇങ്ങനെ ഓരോരുത്തരെ ക്ഷണിച്ചപ്പോ ചോദിക്കണ്ടായി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ നിങ്ങളുടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, ചെറിയ 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 ക്യൂബിക്കിളിൽ ഓരോരോ കഥകളായിട്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ സോൾസിനെ എനിക്ക് കാണാൻ പറ്റും. അന്ന് എനിക്ക് ആകാംക്ഷയായിരുന്നു ഓരോരുത്തരുടെ കഥ അറിയാനും എന്റെ കഥ ഷെയർ ചെയ്യാനും എന്റെ മാറ്റം നോക്കി കാണാനും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ അതേ എക്സൈറ്റ്മെന്റ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് ഓൾ ദ ക്രെഡിറ്റ് ഗോസ് ടു വൺ ആൻഡ് ഓൺലി ലിസി മാം. കാരണം എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമാണ്, നമ്മൾ ഈ കരിയറിനോടൊപ്പം തന്നെ നമ്മളുടെ ഒരു അതർ വേർഷനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അബണ്ടൻസ് എന്നൊക്കെ പറയുന്ന വേർഡ് എനിക്ക് ജേർണി തുടങ്ങുന്നതിന് മുന്നേ ഒരു വാക്ക് മാത്രമായിരുന്നു. നൗ അതെങ്ങനെ സുഹൃത്ത് പറഞ്ഞതുപോലെ നമ്മൾക്കത് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുക, അതിന്റെ എങ്ങനെയാണ് അബണ്ടൻസ് ഫീൽ ചെയ്യുക. ഇപ്പൊ ഇനി ഇങ്ങനെ അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഇമോഷൻ എന്താണെന്നുള്ളത് അത്രയ്ക്ക് ഫുൾഫിൽഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇമോഷൻ. ആരും ഈ ഒരു കോഴ്സിൽ സാറ്റിസ്ഫൈഡ് ആവാതെ പോകുന്ന ഒരു സിംഗിൾ സോൾ ഉണ്ടാകത്തില്ല. കാരണം മാം പറഞ്ഞത് അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ആ ഫീൽ, നമ്മൾ കൊടുക്കുന്ന ഫീലിൽ നിന്ന് എത്രയോ ഉപരി നമുക്ക് വിസ്ഡം നമുക്ക് ഇതിലൂടെ കിട്ടും. ഓരോ ദിവസവും നമ്മൾ ക്ലാസ്സിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലാസ് കഴിയാറാകുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം അയ്യോ കഴിഞ്ഞു പോയോ, നമുക്ക് കിട്ടാനുള്ളത് കഴിഞ്ഞു പോയോ. ആ ഒരു ആകാംക്ഷയോടെ ഒരു കുട്ടി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നമ്മൾ നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക് പോകും. ഓരോ ദിവസവും ഞാൻ ക്ലാസ്സിലിരിക്കുന്നത് എനിക്ക് ഓർക്കാറുണ്ട്. ഞാൻ ചൈൽഡ് ഈഗോയിലായിരിക്കുന്ന മാമിനോട് ഓരോന്ന് ചോദിച്ച് വെറുതെ ഇങ്ങനെ ഓരോ ഇറിറ്റേഷൻ എപ്പോഴും ഉണ്ടാവും, സംശയങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്കും ഇരിക്കാൻ സാധിക്കുക നിങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ വേർഷനെ, ഒരു രണ്ടാം ജന്മം നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അത് നിങ്ങൾക്ക് വിറ്റ്നസ് ചെയ്യാൻ സാധിക്കട്ടെ. ഇനി എല്ലാവർക്കും ഇനി അങ്ങോട്ട് നല്ല കാലമായിരിക്കും എല്ലാവർക്കും വരാവുന്നത്. കാരണം മോശമല്ല, എല്ലാം ഇനി നല്ലതേ നടക്കാൻ പോകുന്നുള്ളൂ. കാരണം ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, എന്റെ ഫാമിലി അത് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, എന്റെ പേഴ്സണൽ ലൈഫ് എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്, പേഴ്സണൽ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും അത് സാധിക്കട്ടെ. ഒരു ബ്യൂട്ടിഫുൾ ട്രസ്റ്റ് ദ സീസൺ ഓഫ് മാജിക്. ഞാൻ അതാ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്ന. എല്ലാവർക്കും നല്ലൊരു ജേർണി ഞാൻ ആശംസിക്കുന്നു. ബ്ലസ് യു all. Thank you, ma'am. Thank you so much for this opportunity. താങ്ക് യു സോ മച്ച് അമൃത. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ആ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ഓരോ വാക്കുകളും എനിക്ക് കിട്ടുന്ന ഗുരുദക്ഷിണ പോലെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് എടുത്ത് ചേർത്ത് വെക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനിയും നമുക്ക് കേൾക്കാനുണ്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ള സിന്ധുജ ഒരു പാരന്റിങ് കോച്ചാണ്. ഓൾറെഡി കോച്ചായിരുന്നു ഈ ജേണിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ. സിന്ധുജയുണ്ട്, സുനിതയുണ്ട്, ഹെബയുണ്ട്. സിന്ധുജ വിളിക്കാം. സിന്ധുജ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ഓൾ. താങ്ക് യു മാം. പിന്നെ എന്താ പറയാ, ഇവിടെ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു ജേണിക്ക് മുന്നേ ഞാൻ ലിസി മാമിന്റെ അടുത്ത് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി മാം തരുന്നത് അത്രമാത്രം വാല്യൂ ആഡ്. മാമിന് എന്താ പറയാ, മതിയാവില്ല, എത്ര തന്നാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല മാമിന്. അതാണ് ഞാൻ മനസ്സിലാക്കിയ മാം. അപ്പം ആ ഒരു ഇതിൽ വന്നപ്പം ഇങ്ങനെ ഒരു നെക്സ്റ്റ് എന്താന്ന് മാം ഇങ്ങനെ ലൈഫ് കോച്ചിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഞാൻ ഇതിലോട്ട് വന്നു. പിന്നെ നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയുന്നത്, നമ്മളെ ഹീല് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ജേണിയിലൂടെ കടന്നു പോകുന്നത്. കാരണം നമ്മളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരിൽ ഇംപ്ലിമെന്റ് എന്താണോ നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് നമ്മളിൽ കൂടെ പോകണം. അതാണ് ഇതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ ക്ലെൻസ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പോവുക. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ജേണിയാണത്. അപ്പോഴായിരിക്കും എന്തൊക്കെ പാറ്റേൺസ് നമ്മൾ മാറ്റാനുണ്ടോ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട്, ഞാൻ എവിടെ ചേഞ്ച് ആവണം. സോ അതിലൂടെ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും, അവിടെയാണ് മാം പറഞ്ഞ ആ ടീച്ചർ എന്ന നമ്മളുള്ളിൽ നമ്മൾ ഉപദേശിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു സംഭവം എങ്ങനെ ഏത് രീതിയിലാവണം എന്നുള്ളത് കൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടെ.
അതൊക്കെ ഒരു നിങ്ങളെല്ലാവരും ആരാണോ ഇതിലോട്ട് വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് വേറെ എവിടെയും നിങ്ങൾ പോണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് അത്രയും വാല്യൂ ആഡ് ചെയ്തിട്ടുള്ളതാണ് ലിസി മാം തരുന്നത്. അത്രയും ഷീസ് എ വെരി വെരി എന്താ പറയാ, എനിക്ക് അത്രക്കും പറഞ്ഞാൽ മതിയാവില്ല മാമിനെ കുറിച്ച്. ഇത്രയാണ്. സോ എക്സ്പീരിയൻസ് ഇട്ടെന്ന് ഞാൻ പറയുള്ളൂ. താങ്ക് യു താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച് സിന്ധുജ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹാർട്ട് ടച്ചിങ് വേർഡ്സ്. ഇനി സുനിതയുണ്ട്, ഹെബയുണ്ട്. ഹെബ കുട്ടിയെ ഞാൻ ലാസ്റ്റിലേ വിളിക്കുള്ളൂ. സുനിത പറയട്ടെ. ഗുഡ് ഈവനിങ് ഓൾ. ഈവനിങ്. എന്താ പറയാന്നല്ല, അത്രയ്ക്കും ഇനി പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്കുണ്ട് പറയാൻ. പക്ഷേ എനിക്ക് നമ്മുടെ ആദ്യ ഗുരുവിനെ നമ്മൾ അക്ഷരമൊക്കെ പഠിപ്പിച്ച ഗുരുവിനെ നമ്മൾ കുറെ ജീവിത സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഓർക്കുന്നുണ്ടാവോ എല്ലാരും എന്ന് അറിയില്ല. പക്ഷെ ഞാൻ മരിച്ചാലും എനിക്ക് മറക്കാൻ പറ്റാത്ത എന്റെ ഒരേ ഒരു ഗുരു എന്ന് പറയാൻ ലിസി മാം ആണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ എന്റെ അമ്മയിൽ നിന്ന് എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് അതിലെപ്പോഴും എനിക്ക് കുറവായി അങ്ങനെ വിചാരിച്ചിരുന്ന അതിൽ നിന്ന് എനിക്ക് ഗുരുവാണോ അമ്മയാണോ അറിഞ്ഞുകൂട. അതുപോലെയുള്ള സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് എന്റെ ഈ പ്രായം വെച്ചിട്ട് എനിക്ക് എന്നെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യിക്കാൻ ഞാൻ പല വഴികളൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ കോഴ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ലൈഫ് എത്ര ബ്യൂട്ടിഫുൾ ആണ് എന്ന് എനിക്ക് കാണാൻ വേണ്ടി എന്റെ കണ്ണ് തുറക്കാൻ പറ്റിയത്. ഇതിൽ ജോയിൻ ചെയ്യുന്ന ആർക്കും ഒരു സംശയവും വേണ്ട. ഇപ്പൊ ആദ്യം സിന്ധുജ പറഞ്ഞതുപോലെ തന്നെ നമ്മളിൽ എന്തൊക്കെയാണോ ഒഴിവാക്കേണ്ടത്, നമ്മൾ എന്തൊക്കെയാണോ സ്വീകരിക്കേണ്ടത്, അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി ആ ഒരു വഴിയിലൂടെ തന്നെ നമ്മൾ പോയി അങ്ങനെ നമ്മളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ വേർഷനെ നമ്മൾ കണ്ടെത്തി. അമൃത പറഞ്ഞ പോലെ ഒരു രണ്ടാം ജന്മം എന്ന് പറയുന്ന പോലെ അങ്ങനെ തന്നെയാണ് എനിക്കും അത് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഈ ഭൂമിയിൽ ഇത്രയും സുന്ദരമായി നമ്മുടെ ലൈഫ് ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് നമ്മളെ തന്നെ വണ്ടറടിച്ച് നോക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഞാൻ പറയും, എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പറയും, വേറെ നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ നേടിയിട്ടുള്ളവരുണ്ടാകാം. പക്ഷെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ജീവിതത്തിന്റെ വാല്യൂ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതുപോലെ ഈ ലോകത്തിൽ മറ്റുള്ളവരോട് ഇടപഴകാനും നമുക്കത് കൊടുക്കാനും കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് കോച്ചിങ് കഴിയുന്നതിലൂടെയാണ് എന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് ലിസി മാമിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ഇതിലൂടെ എനിക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് അതുപോലെ കമ്പാഷനേറ്റ് ആവണം എന്നൊക്കെ പറയുമെങ്കിലും അതൊക്കെ ഞാൻ പഠിച്ചത് ഇതിലൂടെയാണ്. നമുക്ക് അതുപോലെ തന്നെ നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരെ കാണാനും നമുക്ക് എന്ത് ചെയ്താലാണോ അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നമുക്ക് 100% നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നമ്മുടെ മൈൻഡ് അത്രയും ഓപ്പൺ ആയി വരുന്ന ആ ഒരു അനുഭവം, അതെല്ലാം ഞാൻ പഠിച്ചത്, ജീവിത പാഠം പഠിച്ചത് ലൈഫ് കോച്ചിങ് എന്ന കോഴ്സിലൂടെയാണ്. അതിന് ലിസി മാമിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. അത്രയും സന്തോഷം മാത്രം. താങ്ക് യു സോ മച്ച് സുനിത. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ പറയുന്ന ഒരു അതേപോലെ ഇപ്പൊ മാം ഇപ്പോ അമൃത പറഞ്ഞതുപോലെ നമുക്കിപ്പോ ഇതേപോലെ ബന്ധങ്ങള് നമുക്ക് ഇത്രയധികം നമ്മള് അത്രയും ഷെയർ ചെയ്ത് അതേപോലെ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ അറിയാതിരുന്ന ഇത്രയധികം ഈ സോൾസിനെയൊക്കെ എവിടെയായിരുന്നു നമ്മുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ ദൈവം ഒരുക്കി വെച്ചിരുന്നത്. അത് ശരിക്കും പറഞ്ഞ ലോട്ടറി എന്ന് പറയും. അത്ര സന്തോഷം ഇത്രയധികം ഫ്രണ്ട്സിനെ കിട്ടിയത്. അതൊക്കെ ഈ കോഴ്സിൽ വന്നോണ്ടല്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് എത്രയോ കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടാവും, അതൊക്കെ കണ്ടു കുറച്ച് കഴിയുമ്പോൾ അത് പോകുവാണ്. ഇത് നമ്മളിതെല്ലാം ഷെയർ ചെയ്ത് നമ്മുടെ സിബ്ലിങ്സിനെ പോലെ അത്ര ഇതായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ, അവരിൽ നമുക്ക് ഒരുപാട് അഡ്വൈസ് കിട്ടാൻ, അതൊക്കെ നമ്മളെ ഒരു പുതിയ വ്യക്തിയായിട്ട് ട്രാൻസ്ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ AP സിസ്റ്റത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതൊന്നും വേറെ ഒന്നിലും കിട്ടൂല.
അത് ഭയങ്കര ലക്കിയാണ് ഞാൻ പറയുള്ളൂ. അതിൽ ഇതുപോലെ കടന്നു വരുന്ന ഏതൊരാൾക്കും അവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനും അവർക്ക് അതുപോലെ തന്നെ ഈ ലോകത്തിന് അവരുടെ മാറ്റം കാണുന്നതിലൂടെ തന്നെ വേറെ ആളുകളെയും മാറ്റം കൊണ്ടുവരാൻ എല്ലാവർക്കും സാധിക്കുന്ന എനിക്ക് എന്താ ഒരു സംശയവുമില്ലാതെ എനിക്ക് പറയാൻ പറ്റും. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. നല്ല നല്ല സ്റ്റുഡൻസിനെ കിട്ടുക എന്ന് പറയുന്നത് ടീച്ചറിന്റെ ഭാഗ്യമാണ് കേട്ടോ. ഞാനാണ് ഭാഗ്യവതി. I am blessed enough to get students like you. Thank you universe. Thank you all. ഹെബക്കുട്ടി. ഹായ് മാം. എന്താ പറയണ്ടെന്ന് അറിയത്തില്ല എനിക്ക്. എന്താ പറയാ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇതിൽ നിന്ന് കിട്ടിയത് എനിക്ക് തന്നെ ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത്. മാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പോലെ ഒരു ബൾബിന്റെ കഥ മാം പറഞ്ഞു തന്നിട്ടില്ലേ? ആ പൊടി പിടിച്ച് നല്ല പ്രകാശമുള്ള ബൾബാ, പക്ഷെ എന്ത് ചെയ്യാനാ, കുറെ മാറാലെയും പൊടിയൊക്കെ പിടിച്ച് അതങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ പൊടിയെല്ലാം മാറി അത് നന്നായി പ്രകാശിക്കുന്നുണ്ട്. അതെന്റെ മാം കൊണ്ട് മാത്രം ഉണ്ടായത്. എനിക്ക് മാമിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും എനിക്ക് ഇമോഷണൽ ആവാതെ സംസാരിക്കാൻ പറ്റത്തില്ല. അതിപ്പോഴും എനിക്ക് മാറിയിട്ടില്ല അത്. ഞാന് ഈ ലൈഫ് കോച്ചിങ്ങില് ഏറ്റവും ലാസ്റ്റ് ജോയിൻ ചെയ്ത കുട്ടിയാ. ഓടിക്കേറിയ ബസ്സിനകത്ത് ഓടിക്കേറി വന്ന് കയറിയതാ. ഒരു പക്ഷെ മാസം കഴിഞ്ഞാണ് join ചെയ്തത്. ഒരു മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്യേണ്ട, അടുത്ത ബാച്ചിൽ കയറാം എന്ന് പറഞ്ഞാണ്. പക്ഷെ ഹെബയ്ക്ക് നിർബന്ധം വരുന്നു, ഇല്ല ഒരു മാസം കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞ് കയറി. പക്ഷെ ഞാന് പഠിച്ചു. എനിക്ക് ഒരുപാട് പേരെ സഹായിക്കണം എന്ന് തന്നെയായിരുന്നു എന്റെ മനസ്സിൽ. അതിലുപരി എനിക്ക് ഹീലാവാൻ പറ്റി. മാമിനെ ഒരു മെന്റർക്ക് അപ്പുറത്തേക്ക് എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചേക്കുന്ന എന്റെ റോൾ മോഡലാണ്. എന്താ പറയാ, എനിക്ക് പറയാൻ മാമിനറിയാലോ. എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയ സുഹൃത്തായും അമൃതയൊക്കെ പറഞ്ഞ പോലെ അബണ്ടൻസ് എന്താ, സമൃദ്ധി എന്താന്ന് ഞാൻ മനസ്സിലാക്കി. സോൾ കണക്ഷൻസ് എന്താന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ കൂടെ നിൽക്കുന്നവരെയും എന്നിലൂടെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മാം ഞങ്ങളിലേക്ക് തന്ന വെളിച്ചം അത് പകർന്നു കൊടുക്കാൻ ഒരുപാട് കഴിയുന്നുണ്ട്. അതുപോലെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ട്, എനിക്ക് അടുത്ത് വന്നൊരു 1-to-1 കോച്ചിങ്ങില് അദ്ദേഹത്തിന് എന്നോട് ആദ്യം പറഞ്ഞത്, എന്റെ ക്ലാരിറ്റി കോളിൽ ആദ്യം വന്നത്, ഞാൻ ഹെബേനെ തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ ലിസി മാമിന്റെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് ഞാൻ എടുത്തത് എന്ന് പറഞ്ഞു. ഇപ്പം 4 സെഷൻ കഴിഞ്ഞു. പുള്ളി എന്നോട് പറയുന്നത് എനിക്ക് 90 ദിവസത്തെ വേണം എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു, സാർ ആദ്യം ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് നോക്കാം, 90 ദിവസം എങ്ങനെയാന്നൊക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് അത്രയും വിശ്വാസം വരാൻ കാരണം ലിസി മാമിന്റെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് മാത്രമാണെന്നൊക്കെ. അപ്പൊ നമ്മൾ ഈ ലോകത്തിന്റെ എവിടെ പോയാലും ലിസി മാമിന്റെ സ്റ്റുഡന്റ് പറയാൻ നമുക്ക് അഭിമാനമാണ്. നമ്മളെ എല്ലാവരും തിരിച്ചറിയും. മാമിന്റെ ക്ലാസ്സിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി, ആ ക്ലാസ് ഒറ്റ തവണ കേട്ടാൽ മതി, നമുക്ക് അതിനകത്തൊന്നും ഒരിക്കലും പിന്നെ അതിനകത്തൊരു സംശയം ഉണ്ടാവുകയില്ല ആ ക്ലാസ്സിനകത്ത്. അങ്ങനെ ഇപ്പൊ മാമിനെ മിസ് ചെയ്യുമ്പോൾ വെറുതെ ആ ക്ലാസ്സിന്റെ അടുത്ത് നോക്കിയാൽ മതി, നമുക്ക് ഭയങ്കര പവറായിട്ട് വരും നമ്മള്. അങ്ങനെ അത്രയും എന്താ പറയാ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയാണ്. ഒരുപാട് പേരെ ഹീൽ ചെയ്യണം. മാം ഞങ്ങളിലേക്ക് തന്ന വെളിച്ചം ഒരുപാട് പേരിലേക്ക് എത്തിക്കണം. പിന്നെ ഇവിടുന്ന് കിട്ടിയ കണക്ഷൻസ്, അതിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ പക്ഷെ ഇമ്പ്രൂവ് ആയി മാം, ഇപ്പൊ കല്യാണം സംസാരിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഞാൻ ആദ്യം സെയിൽസ് പറഞ്ഞെങ്കിലും ബിസിനസ് പറഞ്ഞെങ്കിലും ഇത്രയും മനുഷ്യരുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന വേറൊരു കരിയറില്ല, ഇത്രയും മനുഷ്യരുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന വേറൊരു കരിയറില്ല, ഇത്രയും സാറ്റിസ്ഫാക്ഷൻ തൃപ്തിയോടും കൂടി നമുക്ക് എൻഡ് ഓഫ് ദ ഡേ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടും കൂടി നമ്മൾ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കരിയർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ലോകത്ത് എവിടെയൊക്കെ ഇരുന്ന് നമുക്ക് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും, നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടാവും. എത്ര പേരുടെ ജീവിതത്തിലാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. സോ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് വഴിവിളക്കുകളാകാൻ, ഒരുപാട് പ്രകാശം ചൊരിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള താങ്ക് യു സോ മച്ച് മൈ ഡിയർ കോച്ചസ്. വളരെ സന്തോഷം വന്നതിന്, ഈ നല്ല വാക്കുകൾ ഷെയർ ചെയ്തതിനൊക്കെ വളരെ 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 നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇവിടെ ഇനി ജോയിൻ ചെയ്യാൻ ഈ കോഴ്സ് നമ്മുടെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു, കർട്ടൻ റൈസർ കഴിഞ്ഞു. ഇന്ന് രണ്ടാമത്തെ സെഷൻ 8:30 മണിക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 8:30 മണിക്ക് ഉണ്ടാവും. കഴിഞ്ഞ സെഷൻ്റെയൊക്കെ റെക്കോർഡിംഗ് കിട്ടും. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രശ്മിയുമായിട്ട് കണക്ട് ചെയ്യുക.
ബാക്കിയുള്ള ഡീറ്റെയിൽസ് രേഷ്മ പറയുന്നുണ്ടാവും. ഇനി എന്തെങ്കിലും ചോദ്യം ഇപ്പോൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. എന്ത് ചോദ്യവും ചോദിക്കാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്. നോ ക്വസ്റ്റ്യൻസ്? ജിജി. മാഡം, ഞാൻ ഇപ്പോഴാണ് ഇത് അറ്റൻഡ് ചെയ്തത്. ആ, ഇപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഈ കോഴ്സ് എത്ര കാലത്തെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണ്, എങ്ങനെയാണെന്ന് പറയുന്നത്? ഇത് ഒരു 4 to 5 months ആണ്. ഇതിന്റെ കോൺവക്കേഷൻ നടക്കുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. അടുത്ത പ്രാവശ്യത്തെ കോൺവക്കേഷൻ മലേഷ്യയിലാണ്. അത് ഫിക്സ് ചെയ്തു കേട്ടോ. അപ്പം എൻ്റെ ഇനിയുള്ള ബാച്ച് നേരത്തെ പോയവർക്കും നിങ്ങൾക്ക് മലേഷ്യയിൽ വരാം. ഈ പ്രാവശ്യത്തെ കോൺവക്കേഷൻ നിങ്ങളുടെ ബാച്ചിൻ്റെ പുതിയ ബാച്ച് ദുബായിലാണ്. അപ്പോൾ ഇത് നടക്കുന്നത് 5 to 6 months ആണ് കോഴ്സിന്റെ. യെസ്, ജിജിയോടത്താണ് ഞാൻ സംസാരിക്കുന്നത്. 5 to 6 months ആണ് കോഴ്സിന്റെ കാലാവധി. 5 മാസം കൊണ്ട് കഴിയും. പിന്നെ പ്രോജക്റ്റ്, ഒരു ചെറിയൊരു അസൈൻമെന്റ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. പിന്നെ വൈവ ഉണ്ടാവും. പരീക്ഷയൊന്നുമില്ല. കാരണം ഇത് അനുഭവിച്ച് പഠിക്കുന്നൊരു പാഠമാണ്. നമ്മളിലേക്ക് എടുക്കുന്നതാണ്. എന്നാലാണ് നമുക്ക് മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു, അതിലൂടെ മറ്റുള്ള. അതിൻ്റെ കൂടെ നമ്മൾ സൈക്കോളജിക്കൽ തിയറി, സൈക്കോളജി പഠിക്കും, എനർജി സയൻസ് പഠിക്കും, സ്പിരിച്വാലിറ്റി പഠിക്കും. ഒത്തിരി സ്പിരിച്വാലിറ്റി കണക്ട് ചെയ്തിട്ടുള്ള കോഴ്സാണ്. ന്യൂറോ സയൻസ് പഠിക്കും. 25 മോഡ്യൂൾസ് ഉണ്ടാവും ഈ കോഴ്സിന്. അക്കൗണ്ടബിലിറ്റി പാർട്ണർ സിസ്റ്റം ഉണ്ടാവും. 4 സർട്ടിഫിക്കേഷൻ ഉണ്ട്. ദെൻ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടും 6 month ഫോളോ അപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ദുബായിൽ തന്നെ ഉള്ളൊരു കോച്ചിങ് കമ്പനിയിൽ നിന്ന് ഇന്റേൺഷിപ്പ് എടുക്കാം. അതും ഞാൻ ഉൾപ്പെടുന്ന ഒരു കമ്പനിയാണ് ദുബായിലെ. അതിനുള്ളൊരു ഫെസിലിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടാവും. 4 സർട്ടിഫിക്കേഷൻ, ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ, സ്റ്റുഡൻസ് കോച്ച്, ബേസിക് ആൻഡ് അഡ്വാൻസ് കൗൺസിലിംഗ്, ദെൻ മൈക്രോനിഷ്. അത് നിങ്ങൾക്ക് ഏത് ഏരിയ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് സർട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ബേസിക് ആൻഡ് അഡ്വാൻസ് കൗൺസിലിംഗ് എല്ലാം സിലബസും ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അടുത്ത് നമ്മൾ ഉടനെ തന്നെ സൈക്കോളജിയുടെ ഇന്റേൺഷിപ്പ് അനൗൺസ് ചെയ്യുന്നുണ്ട്. സൈക്കോളജി പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പ്. ഞാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റിയാണ്. 3 സബ്ജക്റ്റിൻ്റെ MSc CFT, MA ആൻഡ് MSW. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കേഷനാണ് കിട്ടുക. ആഴ്ചയിൽ 3 ക്ലാസ്സാണ്. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഇന്ത്യൻ ടൈം രാത്രി 8:30. അറ്റൻഡ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് റെക്കോർഡിംഗ് കിട്ടും. അറ്റൻഡ് ചെയ്താലും റെക്കോർഡിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജിജി ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും? ഞാൻ എന്താണ് പിന്നെ വേറെ ഫീസിന്റെ കാര്യം എങ്ങനെയാണ് മാഡം? ഫീസ് 1,10,000 അഡ്മിഷൻ ഫീസാണ്. 1 lakh ഒരുമിച്ച് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ 4 EMI ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ 5 EMI ആയിട്ട് അടയ്ക്കാം. EMI ഫെസിലിറ്റീസ്. ഓക്കെ. ഞാൻ നേരത്തെ ഈ ഹീലിംഗിന്റെ ചില ചക്രാസിന്റെ അങ്ങനെ 1-2 ട്രെയിനിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതിനകത്ത് കവർ ചെയ്യുന്നതാണോ? ആ സിലബസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ടോ? പോസിറ്റീവ് സൈക്കോളജി, NLP, ദെൻ സൈക്കോളജി, ഹീലിംഗിന്റെ ലൂയിസയുടെ ഇന്റർനാഷണൽ ഹീലിംഗ് ലൈസൻസ് ഉള്ള ആളാണ് ഞാൻ അമേരിക്കയിൽ. ഹീലിംഗ് വരുന്നുണ്ട്, ചക്ര വരുന്നുണ്ട്, എല്ലാം ഇതിനകത്ത് പഠിപ്പിക്കും. താങ്ക് യു. വേറെ ആർക്കെങ്കിലും? താങ്ക് യു. സോ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. അപ്പം നിങ്ങളുടെ അടുത്ത ഫോളോ അപ്പ് സെഷൻ ഉടനെ വരുന്നുണ്ട് കേട്ടോ. ഓണത്തിന് മുൻപ് ഒരു സെഷൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാം. ബാംഗ്ലൂർ നമ്മളൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡിസംബറിലോ മറ്റോ സിന്ധുജയെ നമുക്ക് കാണാം. ഒരുമിച്ച് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം. നമുക്ക് അടുത്ത പ്രോഗ്രാം നമ്മൾ ഈ കോൺവക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത ജൂൺ ജൂലൈയിൽ നമുക്ക് മലേഷ്യയിൽ ഒരു ഹീലിംഗ് വർക്ക്ഷോപ്പ് പ്ലസ് കോൺവക്കേഷൻ, അങ്ങനെയൊക്കെയാണ് ഫ്യൂച്ചർ പ്രോഗ്രാം ഉള്ളത്. അപ്പം ഒരു മെഡിറ്റേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉടനെ അനൗൺസ് ചെയ്യുന്നുണ്ടാവും. 1 month കോഴ്സ്. ഒരു യെസ്. നമുക്ക് എംബസിയിൽ അറ്റസ്റ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണോ? എംബസി അറ്റസ്റ്റേഷൻ ഇല്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് ലൈഫ് കോച്ചിങ്ങിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. അത് ഇപ്പം നമ്മൾക്കിപ്പം നിങ്ങൾ ഇത് സംഭവം കൊണ്ടുവന്നിട്ട് ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. എൻ്റെ ഒരുപാട് കോച്ചുമാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അറ്റസ്റ്റേഷൻ ആവശ്യമില്ല. ഇത് കോച്ചിങ്, ട്രെയിനിങ്, പേഴ്സണൽ ഡെവലപ്മെന്റ്, ഹാപ്പിനെസ്, ദുബായിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഹാപ്പിനെസ്, വെൽനെസ്, അതിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു അറ്റസ്റ്റേഷൻ്റെ ആവശ്യമില്ല. ഈ ഒരു അറ്റസ്റ്റേഷൻ്റെ ആവശ്യമേ ഇല്ല. KHDയുടെ ലൈസൻസ് വേണമെങ്കിൽ എടുക്കാം.
പിന്നെ ഒരു കമ്പനിയായിട്ട് correct. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ വളരെ ഈസി ആയിട്ട്, ഇവിടെയൊക്കെ എത്രയോ പേരാണുള്ളത്. എൻ്റെ സ്റ്റുഡൻസ് തന്നെ നന്നായിട്ട് ഇൻകം ഏൺ ചെയ്യുന്നവരുണ്ട് ഇവിടെ ദുബായിൽ. ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ കവർ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ മാനിഫെസ്റ്റേഷന്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങളാണ് പറയുന്നത്. സ്പിരിച്വാലിറ്റി ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും ക്രീമി കണ്ടന്റ് തരുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ഒരാഴ്ചയിൽ ഏതൊക്കെ ദിവസങ്ങളാ? മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. ജിജി എന്ത് ചെയ്യുന്നു? ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ഓ, അത് ശരി. ഓക്കെ. എവിടെയാ? കൊല്ലം. ഞാൻ അവരുടെ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഓറിയന്റേഷൻ, വെള്ളാണി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ ഓറിയന്റേഷന് സെഷൻ എടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഗുഡ് ഗുഡ്. വെള്ളാണിയിൽ. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ സന്തോഷം. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ടല്ലോ. ഒത്തിരി പേരുണ്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ട്രെയിനറാണല്ലേ മാഡം? ട്രിവാൻഡ്രവും കൊച്ചിയും എടുത്തിട്ടുണ്ട് ഞാൻ, ഈവൻ കോഴിക്കോടും. IMG-യുടെ ഗവൺമെന്റിന്റെ ലാഡർ എല്ലാം കംപ്ലീറ്റ് ചെയ്തു, TNA അടക്കം ട്രെയിനിങ് ലാഡേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ആളാണ് ഞാൻ. സർക്കാർ സർവീസിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ. നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾക്ക് ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നന്നായിട്ട് സ്കോപ്പ് ഉണ്ട്. എൻ്റെ ഈ ബാച്ച് ഇപ്പൊ അമൃത, ഹെബ, സുഹറ ഒക്കെ ഉള്ള ഈ ബാച്ചില് വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, മെയിൽ. അയാള് ഇപ്പൊ UK-യിലാണ്. 300 പേരുടെ ഒരു ബാച്ച് ഡിസംബർ 28-ാം തീയതി ഇവിടെ നടത്തുന്നുണ്ട്, മാരിയോട്ടില്, കൊച്ചി മാരിയോട്ടിൽ 300 പേരെ വെച്ചിട്ട് സെഷൻ നടത്തുന്നുണ്ട്. 300 പേര് എൻ്റെ ബാച്ചിൽ പഠിക്കുന്ന സാധ്യതകള് അനവധിയാണ്. ആ ഒരു സിസ്റ്റം നിങ്ങൾ ഇപ്പൊ 2-ാമത്തെ മാസം തൊട്ട് തന്നെ വെബിനാറൊക്കെ എടുത്ത് തുടങ്ങുക. അത് എന്നുള്ള എല്ലാ ടെക്നിക്സും ടൂൾസും എന്താണ് നിങ്ങൾ പറയേണ്ടത് സ്ക്രിപ്റ്റ് സഹിതം ഞാൻ പറഞ്ഞു തരും. അതേപോലെ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ വെരി ഈസി, വളരെ ഈസി ആയിട്ട് 80 ലക്ഷം രൂപയൊക്കെ മന്ത്ലി ഉണ്ടാക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്. എൻ്റെ സ്റ്റുഡൻസ് 80 ലക്ഷം രൂപ മന്ത്ലി ഉണ്ടാക്കുന്നവരുണ്ട് ഒരു മാസം. 1 to 1, 1 to many, ഈ രണ്ടും എടുക്കും. രണ്ട് കാറ്റഗറി. അപ്പോൾ 7 ബാച്ചൊക്കെയാണ് അത് അവർക്കുള്ളത്. 7 ബാച്ച് സ്റ്റുഡൻസ്, 6 ബാച്ച് സ്റ്റുഡൻസിന്റെ ബാച്ച്, അല്ലാത്ത കോമൺ ബാച്ച് ഒരു 4 ബാച്ച്. ഒരു 1000 രൂപ വെച്ചിട്ട് തന്നെ 100 പേരായാൽ എത്ര രൂപയായി? അത് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു തുടങ്ങി. അപ്പൊ ഞാൻ എപ്പോഴും ഇനി ഈ ബാച്ച് തൊട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളത് പ്രാക്ടീസും ചെയ്തു തുടങ്ങണം. അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ജാൻസി ഒക്കെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത്, ഡോക്ടർ ബിജു ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ മൈ ഡിയർ കോച്ചസ്. താങ്ക് യു ഓൾ. എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ. മീനിങ് ആയിട്ട് സന്തോഷത്തോടു കൂടി മറ്റുള്ളവരെ, ഈ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല, അറ്റ്ലീസ്റ്റ് ഒരു ചിരിയെങ്കിലും അല്ലെങ്കിൽ ഒരു നല്ല ചിന്തയെങ്കിലും കൊടുത്ത് ജീവിക്കാനുള്ളൊരു ഇൻറ്റൻഷൻ എടുത്തിട്ട് ഇന്നിവിടെ നിന്ന് പോകണം. ജീവിതം എന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ്, വെരി പ്രഷ്യസ് ആണ്. അതിൻ്റെ വില ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ തീർച്ചയായിട്ടും വാല്യൂ ചെയ്യുക, നമ്മുടെ ടൈമിനെ വാല്യൂ ചെയ്യുക, മറ്റുള്ളവരുടെ ടൈമിനെ വാല്യൂ ചെയ്യുക, നമ്മുടെ ഇമോഷനെയും മറ്റുള്ളവരുടെ ഇമോഷനെയും വാല്യൂ ചെയ്യുക. ഏറ്റവും മനോഹരമായ ഇൻറ്റൻഷനോടെ ഓരോ ദിവസവും രാവിലെ ഉണർന്ന് ജീവിക്കാൻ ഏവർക്കും കഴിയട്ടെ. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.